അശ്വതി ചേരുകയാണ്. അശ്വതി, ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങുകയാണ്. ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് എല്ലാം ഉഷാറായിരുന്നു. കൊച്ചിയിൽ എങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ? ശ്രീജ, ഹാപ്പി ന്യൂ ഇയർ. ഇന്നലെ കൊച്ചിയിൽ പുതുവത്സര ആഘോഷങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാവരും തന്നെ പലയിടങ്ങളിലായിട്ട് പുതുവത്സര ആഘോഷ പരിപാടികളൊക്കെ സജ്ജീകരിച്ചിരുന്നു. പലയിടങ്ങളിലും DJ പാർട്ടികൾ ഉണ്ടായിരുന്നു. ഈ ഫോർട്ട് കൊച്ചിയിൽ മാത്രമല്ല, ഈ കൊച്ചിയിലെ പലയിടങ്ങളിലായിട്ട്, അതായത് NGO ക്വാർട്ടേഴ്സിൽ, അതുപോലെ തന്നെ കൊച്ചിയിൽ മൊത്തം നോക്കുകയാണെങ്കിൽ ചെറായിൽ, അങ്ങനെ പലയിടങ്ങളിൽ ഈ പപ്പാനിയെ കത്തിക്കുന്ന ഒരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പപ്പാനിയെ കത്തിച്ചുകൊണ്ടാണ് എല്ലാവരും തന്നെ ഈ പുതുവർഷം ആഘോഷിച്ചത്. ആ പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വെച്ചത്. നേരത്തെ ഫോർട്ട് കൊച്ചിയിൽ മാത്രമായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നുള്ളൂ. വലിയ രീതിയിലുള്ള DJ പാർട്ടികളും ഈ പപ്പാനിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അത് വ്യാപകമായിട്ട് കൊച്ചിയിലെ പല ഭാഗങ്ങളിലുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള പപ്പാനികളുണ്ട് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഓരോ പപ്പാനിയുടെയും രൂപങ്ങളൊക്കെ എന്താണെന്ന് അറിയാനുള്ള വലിയ ആകാംക്ഷ ഓരോരുത്തർക്കും ഉണ്ടാകും. സാധാരണ എല്ലാവരും പറയുന്നത് പോലെ ഒരു ക്രിസ്തുമസ് പപ്പ, സാന്റാക്ലോസ് അല്ല പപ്പാനി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പല രൂപത്തിലുള്ള പപ്പാനികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഓരോ വർഷവും അതിൻ്റെ ഒരു ഉദ്വേഗവുമുണ്ട്. ഇത്തവണയും പല രീതിയിലുള്ള ഇരിക്കുന്നതും നിൽക്കുന്നതുമായിട്ടുള്ള ഒക്കെ പപ്പാനികളായിരുന്നു കൊച്ചിയിൽ മൊത്തം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഫോർട്ട് കൊച്ചിയിൽ ഇത്തവണ 2 പപ്പാനികളെയാണ് കത്തിച്ചത്. അത് വലിയ പ്രത്യേകതയായിരുന്നു. ഇത്തവണ ആദ്യമായിട്ടാണ് അങ്ങനെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണയൊക്കെ 2 പപ്പാനി ഉയർന്നിരുന്നു എങ്കിലും അത് കത്തിക്കുന്ന ഒരു സ്ഥിതിയിലേക്കൊന്നും പോയിരുന്നില്ല. ഇത്തവണ വെളി ഗ്രൗണ്ടിലും അതുപോലെ തന്നെ പരേഡ് ഗ്രൗണ്ടിലും പപ്പാനിയെ കത്തിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആളുകൾ, വലിയ ജനക്കൂട്ടം അത് 2 സ്ഥലങ്ങളിലേക്കായിട്ട് പിരിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മുന്നേ ഉണ്ടായിരുന്ന തിരക്കുകൾ ഉണ്ട് എങ്കിൽ പോലും 2 സ്ഥലത്തും വലിയ രീതിയിലുള്ള ആഘോഷമായിരുന്നു. തൊട്ടടുത്തടുത്ത സ്ഥലങ്ങളാണ് വെള്ളി ഗ്രൗണ്ടും അതുപോലെ തന്നെ പരേഡ് ഗ്രൗണ്ടും. അവിടെ 2 വലിയ ആഘോഷങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് കൊച്ചിൻ കാർണിവൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ളതായിരുന്നു. അതുപോലെ തന്നെ മറ്റൊന്ന് ഗാലാഡി ക്ലബിൻ്റെ, അവരുടെ ഒരു നേതൃത്വത്തിലുള്ളതായിരുന്നു മറ്റൊരു പപ്പാനി എന്ന് പറയുന്നത്. അതിൽ ഈ കൊച്ചിൻ കാർണിവൽ പരേഡ് കമ്മിറ്റിയുടെ, അത് കാർണിവൽ കമ്മിറ്റിയാണ്, അതവിടെ ഫോർട്ട് കൊച്ചിയും ഫോർട്ട് കൊച്ചിയിലെ ആളുകളും ഒപ്പം തന്നെ ജനപ്രതിനിധികളും ഒക്കെ ഉൾപ്പെടുന്ന കാർണിവൽ കമ്മിറ്റിയാണ്. അത് പരേഡ് ആയിരുന്നു ഈ പപ്പാനിയെ കത്തിച്ചത്. അതുപോലെ തന്നെ ഗാലാഡി ഫോർട്ട് കൊച്ചിയുടെ നേതൃത്വത്തിലെ വെളി മൈതാനത്ത്, അങ്ങനെയാണ് 2 ഉണ്ടായിരുന്നത്. ഈ വലിയ നിയന്ത്രണങ്ങളാണ്. ഈ ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത് ചെറിയൊരു ദ്വീപായതുകൊണ്ട് തന്നെ അവിടേക്ക് ഒരുപാട് ആളുകൾ ഒരുമിച്ചെത്തുന്നത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. സാധാരണഗതിയിൽ അതൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പോലീസ് സുരക്ഷയും നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ പാർക്കിംഗ് ഒന്നും തന്നെ അനുവദിച്ചിരുന്നില്ല. 1 മണിയോടുകൂടി തന്നെ പലയിടങ്ങളിലും അവിടേക്ക് പ്രവേശിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അടച്ചിരുന്നു. അതിനുശേഷം 12 മണിക്ക് ശേഷമാണ് തിരികെ അത് തുറന്നു കൊടുത്തത്. അതുപോലെ തന്നെ വാട്ടർ മെട്രോയുടെ ഭാഗത്തു നിന്ന് വലിയ സഹകരണം ഉണ്ടായിരുന്നു. വാട്ടർ മെട്രോ അധിക സർവീസുകൾ ഉണ്ടായിരുന്നു. മെട്രോ സർവീസുകളും ഇന്നലെ അധികമായിട്ട് ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ അതൊക്കെ കൺട്രോൾഡ് ആയിരുന്നു, വളരെ നിയന്ത്രണ വിധേയമായിരുന്നു. കാരണം ഒരു വാട്ടർ മെട്രോ ആണെങ്കിൽ പോലും ഒരു നിശ്ചിത സമയത്തിന് ശേഷം സർവീസ് നടത്തിയില്ല. പിന്നീട് 12 മണിക്ക് ശേഷം സർവീസ് പുനരാരംഭിച്ചു. അങ്ങനെയാണ് ആ തിരക്കൊക്കെ നിയന്ത്രിക്കാനുള്ള ഒരു നടപടിക്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും വലിയ ആഘോഷമായിരുന്നു. 2 DJ പരിപാടികൾ അടക്കമുണ്ടായിരുന്നു. വിനയ് ഫോർട്ട് ഒരു പരിപാടിയിൽ പങ്കെടുത്തു. അതുപോലെ മറ്റ് ജനപ്രതിനിധികൾ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ 2 ആഘോഷപൂർവ്വമായിട്ടാണ് ഫോർട്ട് കൊച്ചിയിൽ ഈ ന്യൂ ഇയർ സെലിബ്രേഷൻ ഉണ്ടായിരുന്നത്. അതുപോലെ മറ്റ് പലയിടങ്ങളിലും DJ പാർട്ടികൾ ഒക്കെ ഉണ്ടായിരുന്നു. ചിലത് 9:30 വരെ DJ കയറാൻ അനുവദിച്ചിരുന്നുള്ളൂ. അത് കഴിഞ്ഞ ശേഷം 12 മണിക്ക് മറ്റൊരു തരത്തിലേക്ക്, അങ്ങനെ പല രീതിയിലായിട്ടായിരുന്നു പലയിടങ്ങളിലും. അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെ വലിയ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സാധാരണഗതിയിലൊക്കെ മുൻ ന്യൂ ഇയറുകളിലൊക്കെ അങ്ങനെ ഉണ്ടാകാറുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയില്ല. ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതൊന്നും വലിയ രീതിയിലേക്കുള്ളൊരു പ്രശ്നങ്ങളിലേക്കൊന്നും പോയിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ പൊതുവെ സമാധാനപരമായിട്ടുള്ളൊരു ന്യൂ ഇയർ ആയിരുന്നു. വലിയ സന്തോഷത്തോടെയുള്ള ആഘോഷ പരിപാടികളായിരുന്നു കൊച്ചിയിലുടനീളം സംഘടിപ്പിച്ചിരുന്നത്. ശ്രീജ, ശരി, അശ്വതി പറഞ്ഞതുപോലെ ഇപ്പോൾ രജിത്ത് നേരത്തെ തന്നെയാണ് പറഞ്ഞത്. അതായത് ഇത്തവണ വലിയ പ്രശ്നങ്ങളൊന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. സാധാരണഗതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമൊക്കെ ഇങ്ങനെ പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്. എന്തായാലും വളരെയധികം സന്തോഷം, അങ്ങനെ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ. പൊതുവേ ഈ കൊച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മറ്റ് ജില്ലകളേക്ക് അപേക്ഷിച്ച് ഈ പുതുവത്സരം ഗംഭീരമായിട്ട് തന്നെ അങ്ങ് ആഘോഷിക്കാറുണ്ട്. പോലീസ് നന്നായിട്ട് പണിപ്പെട്ടോ ഇവരെയൊക്കെ ഒന്ന് മെരുക്കിയെടുക്കാൻ? തീർച്ചയായും
തീർച്ചയായും ശ്രീജ, എനിക്ക് മുൻ വർഷങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്തവണ നിയന്ത്രണങ്ങൾ അല്പം കൂടുതലായിരുന്നു എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ഈ പോലീസ് സുരക്ഷാ സംവിധാനങ്ങളൊക്കെ നോക്കുമ്പോൾ മുൻ വർഷങ്ങളിലൊക്കെ ഒരു 2 മണിയോട് കൂടി അല്ലെങ്കിൽ 3 മണിയോട് കൂടി നിയന്ത്രണങ്ങൾ ആരംഭിച്ചു എന്നുണ്ടെങ്കിൽ ഇത്തവണ 1 മണിയോട് കൂടി തന്നെ നിയന്ത്രണങ്ങൾ ആരംഭിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. അതുപോലെ തന്നെ മുക്കിലും മൂലയിലും പോലീസ്. ഈ ഫോർട്ട് കൊച്ചി വളരെ ചെറിയ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ 2 പ്രധാനപ്പെട്ട പരിപാടികൾ നടക്കുന്നു, 2 DJകൾ, 2 ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിലൊക്കെ പാർക്കിംഗ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളായിരുന്നു. അത് ഇത്തവണ ആ പാർക്കിംഗ് അവിടെ പാടില്ല എന്ന് നേരത്തെ തന്നെ പോലീസിൻ്റെ നിർദ്ദേശമുണ്ടായിരുന്നു. അവിടെ താമസിക്കുന്ന ആളുകളുടെ വീടുകളിലുള്ള വാഹനങ്ങൾ അത് റോഡിലേക്ക് ഇറക്കരുത് എന്നുള്ള നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അത് മുൻ വർഷങ്ങളിലേക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇത്തവണ വളരെ കർശനമായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു മാസം ഈ ന്യൂ ഇയറിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ തന്നെ വലിയ രീതിയിൽ ഇവിടെ മുഴുവൻ പോലീസിൻ്റെ പ്രത്യേക ഡ്രൈവ് ഉണ്ടായിരുന്നു. പല ഇടങ്ങളിലും പോലീസ് പരിശോധനകൾ കർശനമാക്കിയിരുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും തന്നെ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. പിന്നെ കുറെ കൂടി ആളുകൾ ഇത്തവണ പുറത്തേക്ക് ഉണ്ടായിരുന്നു. കാരണം ചെറിയ ചെറിയ പരിപാടികൾ വളരെയധികം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കൃത്യമായ പോലീസ് നിരീക്ഷണവും ഉണ്ടായിരുന്നു എന്നതാണ് നമ്മൾ ഇന്നലെ മനസ്സിലാക്കുന്നത്, നേരിട്ട് നമ്മൾ കാണുമ്പോൾ തന്നെ ബോധ്യമാകുന്നത്. എന്തായാലും അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ്, ആക്സിഡൻറ്റുകളൊന്നും തന്നെ വലിയ രീതിയിലുള്ള ആക്സിഡൻറ്റുകൾ ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സാധാരണഗതിയിലൊക്കെ ന്യൂ ഇയറിൻ്റെ അന്ന് വെളുപ്പിന് അത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിനു മുൻപ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അത്തരം പ്രശ്നങ്ങൾ. റോഡ് ആക്സിഡൻറ്റുകൾ വലിയ തോതിലൊന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതും വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അത്തരങ്ങൾ വലിയ കുഴപ്പങ്ങളോ വലിയ പ്രശ്നങ്ങളോ ഇല്ലാത്ത ഒരു ന്യൂ ഇയർ പുലരിയാണ് നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടി കാർണിവൽ ഇനി ഉള്ളത് പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന് പറയുന്നത് ഈ കാർണിവൽ കമ്മിറ്റിയുടെ കൊച്ചിൻ കാർണിവൽ ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അത് അടുത്ത ദിവസമാണ് അതിൻ്റെ ഒരു സമാപന സമ്മേളനം ഒക്കെ ഉണ്ടാവുക. അതിൻ്റെ ഒരു ഘോഷയാത്രയൊക്കെ ഉണ്ട്. അത് വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. വിവിധ വേഷങ്ങളിൽ ആളുകൾ എത്തുകയും ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുകയും അങ്ങനെ വർണ്ണാഭമായിട്ടുള്ള ഒരു ഘോഷയാത്രയായിരിക്കും ഈ കാർണിവൽ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. അതോടുകൂടിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോർട്ട് കൊച്ചിയിലെ അല്ലെങ്കിൽ കൊച്ചിയിലെ ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷം അവസാനിക്കുക എന്ന് പറയുന്നത്. അതോടുകൂടിയാണ് അവസാനിക്കുക. ആ കാർണിവൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ആ ഘോഷയാത്രയ്ക്ക് കൂടിയാണ് ഇത് നമ്മൾ കാത്തിരിക്കുന്നത്. അങ്ങനെ നിരവധി പരിപാടികളാണ്. കൊച്ചിയിൽ മറ്റ് ഇവൻറ്റുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. അതിൽ ഇന്നലെ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. ഇന്ന് ബാംബു ഫെസ്റ്റ് അവസാനിക്കുകയാണ് ഉച്ചയോടുകൂടി. അതിൽ ഒക്കെ അങ്ങനെ ചില ഇവൻറ്റുകൾ, ചെറിയ ഇവൻറ്റുകളൊക്കെ പൊതുജനങ്ങൾക്ക് പങ്കെടുക്കാൻ, അങ്ങനെ ഫീസോ മറ്റ് കാര്യങ്ങളോ ഇല്ലാതെ തന്നെ പങ്കെടുക്കാൻ പറ്റുന്ന ചില ഇവൻറ്റുകളൊക്കെ ഇന്നലെ ഒരാഴ്ചയായിട്ടുണ്ട്. അത് ഇന്നലെയും ഉണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെയൊക്കെ ഒരു ആഘോഷവും ഒക്കെ കൊച്ചിയിൽ നമുക്ക് മൊത്തത്തിൽ കാണാനായിട്ട് സാധിക്കുമായിരുന്നു ശ്രീജ.